അശരണർക്ക് തണലാവുകയാണ് വീണ്ടും സേവാഭാരതി. തിരുവനന്തപുരം കോട്ടൂർ കുറ്റിച്ചലിലെ അർബുദ രോഗിയായ മുരുകന് പുതിയ ഭവനം നിർമ്മിച്ചു നൽകി സേവാഭാരതി. ഏറെ നാളത്തെ സ്വപ്നം സാക്ഷാത്കരിച്ചതിൽ അതിയായ ആനന്ദവും നന്ദിയും പങ്കുവെക്കുകയാണ് മുരുകന്റെ കുടുംബം. ക്യാൻസർ രോഗിയായ മുരുകന്റെ ഏറ്റവും വലിയ മോഹമായിരുന്നു തന്റെ 2 പെൺമക്കൾക്ക് തലചായ്ക്കാൻ കെട്ടുറപ്പുള്ള വീട് വേണമെന്നത്. ആ മോഹത്തിന് കരുതലായി സേവാഭാരതിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈകോർത്തു. ഞങ്ങളെ സഹായിച്ച സേവാഭാരതിക്കാരോട് നന്ദിയും കടപ്പാടും ഉണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതായി ടീച്ചറൊക്കെ വന്ന് സാരഥീനെ വന്ന് കണ്ട് ഞങ്ങളെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്രയും സഹായങ്ങൾ അവർ ചെയ്തു തന്നത്. അതിൽ നന്ദിയുണ്ട്. മുരുകന്റെ മകൾ അപർണ സേവാഭാരതിയുടെ തന്നെ സൗജന്യ ട്യൂഷൻ സെന്ററായ സാരഥിയിലേക്ക് പഠനത്തിനായി എത്താതെയായപ്പോഴാണ് അപർണയെ തേടി സാരഥിയിലെ അധ്യാപകർ വീട്ടിലെത്തിയത്. അപർണയുടെ സാഹചര്യം മനസ്സിലാക്കിയതോടെ കെട്ടുറപ്പുള്ള വീട് നൽകുവാനുള്ള പരിശ്രമത്തിലായി സേവാഭാരതി പ്രവർത്തകരും. തുടർന്ന് സേവാഭാരതി പ്രവർത്തകരും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും കൈകോർത്ത് വീട് യാഥാർത്ഥ്യമാക്കി. ഇന്ന് ഞങ്ങളുടെ കുട്ടിയുടെ വീടിൻ്റെ അപർണാമൃതം എന്ന വീടിൻ്റെ പാലുകാച്ച് ചടങ്ങാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ സേവാഭാരതിയുടെ പ്രവർത്തകരും നമ്മുടെ സാരഥിയുടെ പ്രവർത്തകരും നല്ലവരായ നാട്ടുകാരും ഒക്കെയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് സേവാഭാരതിയോടും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോടും സാരഥിയുടെ പേരിലും ഈ അപർണയുടെ കുടുംബത്തിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും സ്നേഹവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. വനവാസി മേഖലയിലെ സേവാഭാരതിയുടെ സജീവ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വീടുകൾ വെച്ച് നൽകാൻ സാധിച്ചതെന്ന് സേവാഭാരതി നേതൃത്വം വ്യക്തമാക്കി. സേവാഭാരതിയുടെ കിട്ടിയ അറിയിപ്പിനെ തുടർന്ന് ഞങ്ങളിവിടെ വരികയും ഈ വീട് കാണുന്ന സമയത്താണ് അപർണയുടെ അച്ഛൻ സുഖമില്ലാതെ തൊണ്ടയിൽ ക്യാൻസറാണ് ഈ കാര്യം അറിയുകയും ആ ഒരു റൂം പൂശി കൊടുക്കണം, അടച്ചുടപ്പുള്ളത് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ സേവാഭാരതിയുടെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും സഹായത്തോടു കൂടി നമുക്ക് നല്ല രീതിയിൽ ഇത് അപർണയ്ക്ക് ഇത് സമ്മാനിച്ചു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇന്നേ ദിവസം ഞങ്ങളിത് സമർപ്പിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.